അപ്പോളേ ഈ അടുത്തിടയ്ക്ക് വീട്ടിൽ എന്നോട് പറഞ്ഞേ ഞാൻ ഒരു വീഡിയോ ഒരു സ്വർണ്ണമാല എനിക്ക് തരാം, ഒരു സ്വർണ്ണമാല ഇട്ടിട്ട് ഞാൻ ഒരു വീഡിയോ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെക്കണേ. കാരണം ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോയിലും സ്വർണ്ണമൊന്നും ഇട്ടിട്ട് നിന്നിട്ട് ചെയ്യുന്നതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ സ്വർണ്ണം ഒന്നും ഇട്ട് നടക്കുന്നതന്നെ നിങ്ങൾ കണ്ടിട്ടേ കാണത്തുണ്ടാവില്ല, ഇത്രയും വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും. ഞാനും വീട്ടിൽ ഇങ്ങനെ പറഞ്ഞ സമയത്താണ് ഞാൻ ആലോചിച്ചത്, പറഞ്ഞ പോലെ ശരിയാണല്ലോ, ഞാനങ്ങനെ സ്വർണ്ണമൊക്കെ ഇട്ട് നിന്ന ഒരു പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് അണിഞ്ഞൊരുങ്ങി നിന്നിട്ടോ ഒന്നും ഒരു വീഡിയോ ഇതുവരെ ഒന്നും ചെയ്തിട്ട് ഒന്നും ഇല്ലല്ലേ. കാരണം നമ്മളിപ്പോൾ ലേഡീസ് ആകുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എങ്കിലും ഉള്ള ഒരുങ്ങി നിൽക്കുന്ന ഒരു വീഡിയോ എങ്കിലും കാണുമല്ലോ. അങ്ങനെ പോലും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഞാനും അങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഞാനിതുവരെ അങ്ങനെ ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ അങ്ങനെയൊന്നും ഇട്ട് നിൽക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് സ്വർണ്ണമില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് സ്വർണ്ണം എടുത്തിടുക? ഇപ്പോൾ ഇതിപ്പോൾ ഒരു മാലയെന്ന് പറഞ്ഞത് ഉണ്ടായിരുന്ന ഒരു മാല, അത് പൊട്ടിപ്പോയി. എൻ്റെ അല്ല, അത് പൊട്ടിയ മാല എടുത്ത് പണയം വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു മാലയാണ്, അത് ഇടാറില്ല. അപ്പോൾ അത് എൻ്റെ കഴുത്തിലേക്ക് ഇട്ട് തരാം, അത് വെച്ചിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മളെ സ്വർണ്ണത്തിന് എന്താ പറ്റിയെന്നല്ലേ, അതൊരു വലിയ കഥയാണ്. എനിക്ക് ഞാനൊറ്റ കുട്ടിയിലേ ഉള്ളൂ. ചെറിയ പ്രായത്തിൽ എനിക്ക് ഇങ്ങനെ പഴയ സ്വർണ്ണ ആരെങ്കിലുമൊക്കെ വിൽക്കുമ്പം കുഞ്ഞു കുഞ്ഞു സ്വർണ്ണങ്ങൾ വീതം എല്ലാ വർഷവും 1, 2, 3 ഐറ്റം വീതം എൻ്റെ വീട്ടിലേക്ക് വാങ്ങിച്ചു വെക്കുമായിരുന്നു. ചെറിയ ഐറ്റമായിട്ട്. അതിൽ 1, 2 ഐറ്റമൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത്, ഒരു നെക്ലസ് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതുണ്ട്, കമ്മലിട്ട്. അപ്പോൾ ഈ കമ്മലെന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ കമ്മലാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതെനിക്കൊന്ന് ഇടാൻ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ കമ്മൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ ഓരോരുത്തരിങ്ങനെ ഓരോന്ന് പറയും, ഇതൊക്കെ ഇത്രയൊക്കെ കാശ് എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ ഇതൊക്കെ പറയുന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞു വേണ്ട, ഇട്ടുകൊണ്ട് നടക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാൻ തന്നിട്ടില്ല. മാലയായാലും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാർ വന്ന് ചോദിക്കുമല്ലോ കുത്തി. നമ്മൾ സാധാ വെറും പാവപ്പെട്ട ആൾക്കാർ അങ്ങനെ ഇട്ട് നടക്കരുതെന്നല്ലേ സാധാ പറയാറ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇടാനൊന്നും തന്നിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടിൽ സൂക്ഷിക്കാൻ സ്ഥലമില്ല എന്നൊരു രൂപത്തിലേക്ക് വന്നപ്പോൾ അത് മറ്റു ചിലരെ ഏൽപ്പിക്കുകയുണ്ടായി, ബന്ധത്തിൽ തന്നെയുള്ള മറ്റു ചിലരെ ഏൽപ്പിക്കുകയുണ്ടായി. അത് ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു സാക്ഷി ഉണ്ടായിരുന്നു, എൻ്റെ ഉമ്മി അന്ന് ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയാണ്, എന്നോട് പറഞ്ഞിട്ടില്ല കൊണ്ടുപോയി കൊടുക്കണത്. എന്നോടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയണത് സ്വർണ്ണമൊക്കെ നമുക്ക് വിറ്റിട്ട് സൂക്ഷിച്ച് വെക്കാൻ ഒരു സ്ഥലം ഒരുക്കുക. ആദ്യമേ നമുക്കൊരു വീട് വാങ്ങിച്ചതിന് ശേഷം പിന്നീട് ഇതൊക്കെ വാങ്ങാമെന്ന രൂപത്തിലേക്ക് ഞാൻ വരും. ഞാൻ ആദ്യം ഈ വാങ്ങിച്ചു വെക്കണമെന്ന് എനിക്ക് വലിയ പങ്കില്ല. ഞാൻ ഇച്ചിരി വലുതായതിനു ശേഷം വാങ്ങിച്ച ഒരു മാലേൻ്റെയും കമ്മലിൻ്റെയും കാര്യമാണ് ഞാനീ പറഞ്ഞത്. ചെറിയ പ്രായത്തിൽ എനിക്ക് ആർക്കായി സ്വർണം വാങ്ങുന്നതെന്നൊന്നും എനിക്കറിയില്ല. അത് വീട്ടിൽ അവർ നടത്തുന്ന പരിപാടിയായിരുന്നു. അത് കടം വാങ്ങിച്ചും അങ്ങനെയൊക്കെ ഈ വീട്ടമ്മമാരെ നടന്ന ഓരോ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, നമുക്കത് പലതും നമുക്ക് കണക്ക് മനസ്സിലാവത്തില്ല. ചില വീട്ടമ്മമാരൊക്കെ ചില കണക്കൂടൽ നടത്തിയിട്ട് ചില അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ അവർ സഹായിക്കാൻ വേണ്ടി ഒരു സ്വർണ്ണമോ കുറച്ച് ക്യാഷോ കൊണ്ടുവരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവണത് അവരെത്രത്തോളം അതിങ്ങനെ സ്വരൂപിച്ച് വെക്കണുണ്ട് എന്നുള്ളത്. ഇച്ചിരി കിട്ടുന്നതായിരിക്കും അവർ സ്വരൂപിച്ച് വെക്കണം. അത് ചില ആളുകൾക്ക് ചില ഒരു വിരുദുണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ അതുപോലെ 2 വിരുദുള്ള 2 മാതാശ്രീകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ആളും ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളും. അപ്പം ഇങ്ങനെ സ്വർണം വാങ്ങിച്ച് വെക്കണ കാര്യം എല്ലാവർക്കും ബന്ധുക്കൾക്ക് എല്ലാം അറിയാമായിരുന്നു. പിന്നെ ഈ വാങ്ങിച്ച് വെക്കണ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ കുടുംബത്തൊക്കെ ഉള്ളവരുടെ മക്കൾക്കൊക്കെ വരുമ്പം ഇതിലുള്ളതിൽ ഏറ്റവും വലുത് തന്നെ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മി പറയും, ഈ കൊണ്ടുപോയി കൊടുക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുക ആൾക്കാരുണ്ട്, അവർക്കൊക്കെ എല്ലാം ഉണ്ട്. എൻ്റെ കുഞ്ഞിന് ആരും വാങ്ങിച്ചു കൊടുക്കാനില്ല, അത് അവളിട്ട് കൊതി പോലും തീർന്നിട്ടില്ല, അവൾ കണ്ട് കൊതി തീർന്നല്ല, നീ കൊണ്ടുപോയി കൊടുക്കണ്ട, നീ വെച്ചേക്കുക, നമ്മളെ കുഞ്ഞിനുള്ളത് കുഞ്ഞിന് തന്നെ വെച്ചേക്കണം, കൊടുക്കുകയൊന്നും വേണ്ട എന്ന് പറയാനുണ്ട്. പിന്നെ എൻ്റെ ഉമ്മിക്കുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ എവിടെ കൊണ്ടുപോയാലും എനിക്കിങ്ങനെ കമ്മലും മാലയൊക്കെ വാങ്ങിച്ചു തരും, മണിമാലയും കമ്മലും. ഇപ്പോഴും എനിക്ക് മണിമാലയോട് ഇത്ര ആക്രാന്തയുണ്ട്, എവിടെ ചെന്നാലും ഞാൻ വാങ്ങിക്കും. എനിക്കപ്പോൾ ഉമ്മയെ ഓർമ്മ വരും, ഇങ്ങനെ വാങ്ങിച്ചു തരും. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, കഴുത്തോ കാതോ കയ്യോ ഒന്നും ഒഴിഞ്ഞു കിടക്കരുത്, എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി തന്നെ നടക്കണം എന്നുള്ളതായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു സ്വർണ്ണ വളയുണ്ടായിരുന്നു, മോതിരം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഇട്ടിട്ടായിരുന്നു എന്നെ വിട്ടിരിക്കുന്നുണ്ടായിരുന്നു. കമ്മൽ ഈ സ്കൂളിലൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഒരു പൊട്ട് കമ്മലെങ്ങാണ്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ ഈ സ്വർണം ഉമ്മ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ സ്വർണം നമ്മൾ തിരികെ ചോദിക്കണ സമയത്ത് ഏത് സ്വർണം എന്ത് സ്വർണം എന്ന രൂപത്തിലായി. വളരെ ജീവിതത്തിൽ അത്യാവശ്യം ഒരു സമയം വന്നപ്പോഴാണ് നമ്മൾ തിരിച്ച് ചോദിച്ചത്. ഒരു റൂമെങ്കിലും കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് കിടക്കാൻ, നമ്മളെ കാലിലൊന്ന് ചവിട്ടി നിൽക്കാൻ ആവശ്യമായി വന്നപ്പോഴാണ് അത് ചോദിച്ചത്. പക്ഷേ തരികയുണ്ടായതൊന്നുമല്ല, ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വന്നു. നമ്മൾ അങ്ങോട്ട് എന്തൊക്കെയോ സ്വർണം വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് അപമാനങ്ങളൊക്കെ ഉണ്ടാവേണ്ടി വന്നു. അതിന് ശേഷം എനിക്ക് അസുഖങ്ങളൊക്കെ വന്ന് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയി.
എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഞാൻ സഹിച്ചു. അതിനുശേഷം നമ്മൾക്ക് അത് ആവശ്യമില്ല, നമുക്കിനി ആവശ്യമില്ല എന്നൊരു തോന്നി. കാരണം അത്രയും വേദന സഹിച്ച് നമ്മൾ ഈ സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു നമ്മളതൊക്കെ ചോദിച്ചത്. പക്ഷെ പിന്നീട് പലപ്പോഴും നമ്മൾ അങ്ങേയറ്റം അപമാനിച്ചതിന് ശേഷം നിങ്ങൾ ആവശ്യപ്പെട്ട സ്വർണ്ണം, അതായത് നമുക്ക് സ്വർണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല, കൊടുത്തിരുന്നില്ല, നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരുടെ സ്വർണ്ണം വാങ്ങിച്ച് അവരുടെ കയ്യിലെ കാശിന് സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ടെന്ന രൂപത്തിലൊക്കെ സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കിനി ആവശ്യമില്ല. ഇന്നും നാട്ടിലൊക്കെ പറയണത് ഞങ്ങളെന്തോ സ്വർണ്ണം വേണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അവസാനം എൻ്റെ കാതിലൊരു പൊട്ട് കമ്മൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ സ്കൂളിലൊക്കെ പോകുമ്പോൾ, ആ പൊട്ട് കമ്മൽ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഊരിയിട്ട് എനിക്കിതുപോലെ ഇങ്ങനത്തെ കമ്മലൊക്കെ ഇടാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കൂട്ടുകാരെ കിട്ടണമെങ്കിൽ ഇത് എനിക്ക് പക്ഷെ വാങ്ങാൻ കാശൊന്നുമില്ല. അപ്പം ഈ കമ്മൽ എനിക്ക് ഒരെണ്ണമെങ്കിലും വാങ്ങിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു വീട്ടിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കമ്മലല്ലാതെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 5 രൂപയുടെ കമ്മൽ വാങ്ങിച്ചിട്ടിട്ടുണ്ട് എൻ്റെ കാതിൽ. അപ്പോൾ ഇത് എൻ്റെ കുഞ്ഞുമ്മയുടെ കാതിൽ കിടപ്പുണ്ടായിരുന്നു ആ പൊട്ട് കമ്മൽ. അത് കുഞ്ഞിലേ എനിക്ക് കാത് കുത്തുന്ന സമയത്തെങ്ങാണ്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. അതിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് അത് ഒരു കാതിൽ ഇട്ടിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഈ കമ്മൽ അവരുടെ കയ്യിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അതേ കമ്മൽ, ആ ഒരു പൊട്ട് കമ്മലാണത്, ആ ഒരു പൊട്ട് കമ്മൽ കൊണ്ടുവന്നിട്ട് നമ്മളെ മുന്നിലേക്ക് പറഞ്ഞ് നമ്മളെ വെള്ള പേപ്പർ എഴുതി ഒപ്പിട്ട് കൊടുക്കാണ്ട് ആ പൊട്ട് കമ്മൽ നമുക്ക് തിരികെ തരില്ല. കാരണം ഞങ്ങൾ ഇനിയും അവരോട് നടന്നിട്ട് സ്വർണ്ണമൊക്കെ ചോദിക്കുക ആവശ്യപ്പെടുമെന്നൊക്കെ നടന്നിട്ടാണ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലും നാട് മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ സ്വർണം എന്ന് പറയുന്നൊരു വാക്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിൻ്റെ ഒരു കളർ കണ്ടിട്ടാവും അതിനോട് ആൾക്കാർക്ക് ഇത്ര ആകർഷണം. പിന്നെ ഒരു അസറ്റുമായിട്ട് വെക്കുക, അത് സൂക്ഷിച്ച് ഒക്കെ വെക്കാൻ സ്ഥലമുള്ളവർക്ക് അതൊരു നല്ല അസറ്റാണ്. അല്ലാതെ നടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ ഇതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കളറായിരിക്കാം അതിലേക്ക് എല്ലാവരും ആകർഷിക്കുന്നതെന്ന് തോന്നിയിട്ട് അതേ കളർ തന്നെ 10 രൂപയ്ക്കും 20 രൂപയ്ക്കും കിട്ടുന്ന മാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ വാങ്ങിച്ചിടാറുണ്ട്. അതിൻ്റെ കഷ്ണം എടുത്തിട്ട് കമ്മലുണ്ടാക്കി ഇടാറുണ്ട്. അതിൻ്റെ കഷ്ണം എടുത്തിട്ട് ചെയിൻ ഉണ്ടാക്കി കയ്യിലിട്ടുകൊണ്ട് നടക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കൊതി തീർക്കുക. പക്ഷേ ഈ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരടുത്തും നിങ്ങളൊക്കെ കുട്ടികൾക്ക് നിങ്ങൾ ഇതുപോലെ സ്വർണ്ണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് നിങ്ങൾ ചോദിക്കുക ഇഷ്ടത്തോടുകൂടി, ഒന്ന് ഇട്ടുകൊണ്ട് നടന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതുങ്ങൾക്കൊന്ന് ഒന്ന് കൊതി തീരാനുള്ള അവസരം കൊടുത്തിട്ട് നിങ്ങളത് മാറ്റി വയ്ക്കുക. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, മരിച്ചു പോകുന്ന മനുഷ്യരാണ്. ചിലപ്പോൾ നിങ്ങളെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളായാലും അത് ഒന്ന് ഇട്ട് കാണും മുമ്പേ ഈ ലോകത്തുനിന്ന് പോകേണ്ടി വന്നതെന്ന് ആലോചിച്ച് നോക്കി, അത് നഷ്ടപ്പെടേണ്ടി വന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാനൊന്നും അത് കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല, ഇട്ടിട്ട് ഞാൻ ഒരു ഫോട്ടോസ് എടുത്ത് പോലും ഞാൻ വെച്ചിട്ടൊന്നുമില്ല, എനിക്കതൊക്കെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇപ്പം ഞാൻ ഒരു മാല എടുത്തിട്ടൊരു വീഡിയോ പിടിച്ചു കഴിഞ്ഞാലും എനിക്ക് ആ സന്തോഷമൊന്നും തോന്നില്ല. കാരണം ഇതിൻ്റെ പേര് നമ്മൾ ഒത്തിരി അപമാനിക്കപ്പെട്ട ആൾക്കാരാണ്. കാരണം നമ്മൾ സാധാ ആൾക്കാരായതുകൊണ്ട് ആരും കേൾക്കാനൊന്നും ഉണ്ടാവില്ല. സ്വർണ്ണം എന്ന് പറയുന്നൊരു കാര്യം വെച്ചിട്ട് എന്നെ ഒരുപാട് അപമാനിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ കുഞ്ഞു കഷ്ണം, ഒരു കഷ്ണം പേപ്പർ കിട്ടിയാലും അത് കട്ട് ചെയ്തിട്ട് ഒരാകൃതി കട്ട് ചെയ്തിട്ട് ഹോളിട്ടിട്ട് കമ്പി കുരത്തിട്ട് ഞാൻ ഇട്ടിട്ട് നടക്കാറുണ്ട്. ആൾക്കാരെന്നെ കളിയാക്കാറുണ്ട്, ഇതൊക്കെ ഇട്ടിട്ട് നടക്കാൻ നാണമില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഞാൻ പറയില്ല, എൻ്റെ കയ്യിൽ ക്യാഷ് കൊടുക്കാണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന സാധനം, അതുപോലെ തന്നെ ഒരു വേസ്റ്റിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയൊരു സാധനം, എനിക്ക് അഭിമാനമേ ഉള്ളെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരടുത്ത് എല്ലാവരോടും എനിക്ക് പറയാൻ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഓർണമെൻറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങളെ കുട്ടികളാവട്ടെ, ചിലപ്പോൾ വലിയവരാവട്ടെ, കൊതി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളതെടുത്ത് ഇട്ട് നിങ്ങളെ കൊതി തീരുന്നവരെ നിങ്ങൾ ഉപയോഗിക്കുക. കാരണം നമ്മൾ മനുഷ്യരാണ്. ചിലപ്പോൾ നമുക്കൊരു അസുഖം വന്നിട്ട് കിടപ്പിലാവാതെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നഷ്ടം കൈമോശം വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാതെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങളും എല്ലാം വന്നിട്ട് വിൽക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ നമ്മൾ ഒന്ന് ഇട്ടോ കണ്ടോ ഒന്ന് കൊതി തീർന്നിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിന് അത്ര വിഷമമൊന്നും തോന്നില്ല. അത് ഞാനിങ്ങനെ ഒന്നും ഇടാതിരുന്നത് എനിക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇനി ഏതെങ്കിലും രൂപത്തിൽ ക്യാഷൊക്കെ ഒപ്പിച്ചിട്ട് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചാലേ എനിക്ക് സ്വർണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ സങ്കടമൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെയൊക്കെ ചെയ്ത ആളുകൾക്കൊക്കെ ശിക്ഷ വേണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ സമ്പാദിച്ച കാശിന് ഞാൻ കൊലുസുണ്ട്, എനിക്ക് സ്വർണ്ണ കൊലുസുണ്ട്, അത് പിന്നീട് വാങ്ങിച്ചതാണ്. ഒരു കാലിൽ ഒരു കൊലുസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു കാലിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എല്ലാവരും ചോദിക്കും, ഞാൻ പറയാം അത് ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. പിന്നെ കൊലുസിട്ടേക്കുന്ന കാലം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം ജീവിച്ചു പോരുന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല എന്താ പറയുക, നല്ല ഭംഗിയായിട്ടിരുന്നേനെ. കൊലുസിടുന്ന കാലിനൊരു പ്രത്യേകതയല്ലേ അത്. ഇപ്പുറത്തെ കാലം എന്ന് പറയുമ്പം മറ്റുള്ളവർ എൻ്റെ ജീവിതത്തിൽ കയറിയിട്ട് ഓരോന്ന് കാണിച്ചത് കൊണ്ട് എംപ്റ്റി ആയിപ്പോയി എൻ്റെ ജീവിതത്തിനെ സിംബലൈസ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്തിട്ടേക്കാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങളെയൊക്കെ കയ്യിലൊക്കെ ഉണ്ടാവും ഇതുപോലെ ഓർണമെൻറ്റ്സ് ഒക്കെ. നമ്മൾ പല വീടുകളിലും പറയും, പല പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ കിടക്കവിരി ആവട്ടെ ചവിട്ടുവിരിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ
കൊണ്ടുപോയി ഷോ ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് നമ്മളെ കാലം കഴിഞ്ഞിട്ട് അടുത്ത തലമുറ ചിലപ്പോൾ അത് എടുത്ത് കളയാൻ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുക. അവർ നമ്മൾ കാണിക്കുന്ന അതേ വില അതിന് കാണിക്കണം എന്നൊന്നുമില്ല. അതുപോലെ അത് സൂക്ഷിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലും കഷ്ടപ്പെട്ട് വാങ്ങിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം തോന്നിയാണ് നിങ്ങൾ സാധിക്കുക. ഇന്നൊരു മുട്ടായി തിന്നണം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുക. നാളെ നിങ്ങൾക്ക് മുട്ടായി തിന്നാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. കാരണം ഞാൻ ചെറിയ പ്രായത്തിൽ ഭയങ്കരമായിട്ട് അച്ചാർ തിന്നുമായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെ അച്ചാർ തിന്നുമ്പോൾ എല്ലാവരും വഴക്ക് പറയും, അച്ചാറൊന്നും അങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കരുത്, ഭയങ്കര മോശം കാര്യമാണ്, ആരോഗ്യ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ അന്നേരവും അച്ചാർ തിന്നണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇച്ചിരി എനിക്ക് കൊതുക് ഒന്നും തരുമോ എന്ന് ചോദിക്കുമ്പോൾ തരുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിൽ അച്ചാർ കൊണ്ടുവച്ചാൽ ഞാൻ അച്ചാർ കഴിക്കില്ല. എനിക്ക് അച്ചാർ ഇഷ്ടമേ അല്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പണ്ട് ഞാൻ മുട്ടായി ഒന്നും തിന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ നന്നായി ഞാൻ മുട്ടായി തിന്നാറുണ്ട്. നമുക്ക് ഓരോ കാലഘട്ടം അനുസരിച്ചായിരിക്കും എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളോട് ഇഷ്ടം തോന്നുക. നമ്മൾ മനുഷ്യരാണ്, എന്ത് വേണമെങ്കിലും എപ്പോഴും സംഭവിക്കുക. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് വളരെ പെട്ടെന്നൊക്കെ ഇല്ലാതാവണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരാൾക്കൊരു ആഗ്രഹം തോന്നിയാൽ ആഗ്രഹം തോന്നുന്നത് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്, ചോദിക്കാൻ പറ്റുന്ന അവർക്ക് സംസാരിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്.